കുപ്രസിദ്ധ ഗുണ്ട മരട് അനീഷിനെ പോലീസ് കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു. ഗുണ്ടാവേട്ട കർശനമാക്കുന്നതിന്റെ ഭാഗമായ ഓപ്പറേഷൻ ഗ്രിപ്പിലാണ് മരട് അനീഷ് അകത്തായത്. കാപ്പ ചുമത്തിയ അനീഷിനെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. 1 വർഷത്തേക്കാണ് കരുതൽ തടങ്കൽ. റാംഷാ CP കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. റാംഷാ, ഓപ്പറേഷൻ ഗ്രിപ്പ് വളരെ സുഗമമായി കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ കേസുകളുള്ള കൊടും ക്രിമിനലാണ് പിടിയിലായിരിക്കുന്നത്. ആര്യ, ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പേരിൽ സ്ഥിരം കുറ്റവാളികൾക്കും ഗുണ്ടാ സംഘങ്ങൾക്കുമെതിരെ ആഭ്യന്തര വകുപ്പും പോലീസും ആരംഭിച്ച നടപടിക്ക് പിന്നാലെയാണ് മരട് അനീഷ് അറസ്റ്റിലായിരിക്കുന്നത്. നെടുമ്പാശ്ശേരി പോലീസാണ് മരട് അനീഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് കാപ്പ ചുമത്തുകയും വിയൂർ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മരട് അനീഷിന്റെ പേരിൽ നമുക്കറിയുന്നത് പോലെ കേരളത്തിൽ തന്നെ നിരവധി കേസുകളുണ്ട്. 50-ലധികം കേസുകൾ മരട് അനീഷിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ അവസാനം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത 5 കേസുകളിൽ 4 എണ്ണവും വധശ്രമത്തിനാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് പുറമെ തന്നെ തമിഴ്നാട്ടിലും കർണാടകയിലുമായും മരട് അനീഷിനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ 5, തമിഴ്നാട്ടിൽ 3 കേസുകൾ എന്നിങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കേസുകൾ മരട് അനീഷിനെതിരെ ഉണ്ട് എന്നതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് സ്പായിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ഒരു കേസ് മരട് അനീഷിനെതിരെ ചുമത്തിയത്. ഏതായാലും മരട് അനീഷിന് നേരത്തെ ജയിലിൽ വെച്ച് ഒരു വധശ്രമം ഉണ്ടായതാണ്. അത് കണക്കിലെടുത്ത് അതീവ സുരക്ഷാ ജയിലിലേക്കാണ്, വിയൂരിലെ അതീവ സുരക്ഷാ സെല്ലിലേക്കാണ് മരട് അനീഷിനെ മാറ്റിയിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഗുണ്ടാ സംഘങ്ങൾക്കും അതോടൊപ്പം സ്ഥിരം കുറ്റവാളികൾക്കും എതിരായ ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന നടപടികളുമായി ആഭ്യന്തര വകുപ്പ്, കേരള പോലീസ് ആഞ്ഞടിക്കുക തന്നെയാണ്. യെസ്, ഓപ്പറേഷൻ തൂഫാൻ പോലെ തന്നെ ഓപ്പറേഷൻ ഗ്രിപ്പും ആഞ്ഞടിക്കുകയാണ്. കൂടുതൽ ഗുണ്ടകൾ തടവിലാകുമെന്നുള്ളതാണ് സാഹചര്യം.